ഹായ് ഗൈസ്, ദിസ് ഇസ് ബിൻസി ഫ്രം ടിജൂസ് അക്കാഡമി. വെറും 2 ആഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് IELTS ക്രാക്ക് ചെയ്യാം. കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ടല്ലേ. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ടിജൂസ് അക്കാഡമിയിൽ നിന്നും 2 ആഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് ഓവറോൾ ബാങ്ക് സ്കോർ 7 കിട്ടിയ ശില്പയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 2 ആഴ്ചത്തെ ട്രെയിനിങ് എന്നൊക്കെ നമുക്ക് ശില്പയോട് തന്നെ ചോദിക്കാം. സോ ശില്പ, ഹൗ ഡു യു ഫീൽ? എന്താണ് ഇത്രയും നല്ലൊരു വിജയം കിട്ടുമ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ടിജൂസ് അക്കാഡമിയോട് ഒരു വലിയൊരു താങ്ക്സ്. ടിജൂസ് അക്കാഡമിക്ക് തന്നെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട് ഈ കുറഞ്ഞ ദിവസം ഒരു 15 ഡേയ്സ് കൊണ്ട് എനിക്ക് ഓവറോൾ 7 ബാങ്ക് സ്കോർ കിട്ടിയതിൽ. പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട്, അതായത് ഇവിടുത്തെ ട്രെയിനിങ് തുടങ്ങുമ്പോൾ തൊട്ട് കോൺഫിഡൻ്റ് ആയിരുന്നു എന്നെ കൊണ്ട് 15 ഡേയ്സ് കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അക്കാഡമി ഒന്ന് കിട്ടിയിരുന്നു? ശരിക്കും ഞാൻ ആദ്യം ഒരു തവണ IELTS എഴുതി, പക്ഷെ ഞാൻ വിചാരിച്ച സ്കോർ എനിക്ക് അന്ന് കിട്ടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് ആ തുടങ്ങിയ ഫസ്റ്റ് ഡേ മുതൽ തന്നെ എല്ലാ ട്യൂട്ടേഴ്സ് ആയാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കാരണം കുറഞ്ഞ ഒരു 15 ഡേയ്സ് എനിക്ക് ആകെ ഉള്ളൂ. ആ 15 ഡേയ്സ് കൊണ്ട് എനിക്ക് എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ് ടിജൂസ് അക്കാഡമിയെ പറ്റി അറിഞ്ഞത്? ഐ മീൻ ലൈക്ക് ആര് വഴി എങ്ങനെ കിട്ടി ടിജൂസ് അക്കാഡമി? ഞാനിവിടെ മാവേലിക്കരയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് തന്നെ. അപ്പം അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ടിജൂസ് അക്കാഡമിയെ പറ്റി അറിയുന്നത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ നേരത്തെ ഇവിടെ കോച്ചിങ്ങിന് വന്ന് അവർ IELTS ക്രാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവർ വഴിയാണ് ഞാൻ ശരിക്കും ടിജൂസിനെ പറ്റി അറിയുന്നത്. സോ അപ്പോൾ എവിടെ വീട്? മാവേലിക്കര തന്നെയാണ്. എൻ്റെ വീട് കൊല്ലം. അപ്പൊ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി? അതെ, ഞാൻ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റലും നല്ല ഹോസ്റ്റലായിരുന്നു. നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം, സ്റ്റഡി ടൈം ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി ആയിരുന്നു. സാധാരണ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫുഡായിരിക്കും ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫുഡിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല ഫുഡും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ 15 ദിവസം ഭയങ്കര ചുരുങ്ങിയ കാലയളവാണ്. ലൈക്ക് നമ്മളിപ്പം IELTS ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് മൊഡ്യൂൾസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ മിനിറ്റും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. സോ എങ്ങനെയാണ് ഈ 15 ഡേയ്സ് എന്താണ് ഇവിടെ ടിജൂസ് അക്കാഡമിയിൽ ട്രെയിനിങ് ചെയ്തത്? അല്ലെങ്കിൽ ട്യൂട്ടേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പ്രൊഡക്റ്റീവ് ആയിരുന്നു സെഷൻസ് ഒക്കെ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് 15 ഡേയ്സേ ഉള്ളൂ എന്ന്. ആദ്യമേ ഞാൻ 15 ഡേയ്സിലേക്ക് കോഴ്സ് എടുത്തപ്പോൾ തന്നെ എന്നോട് വന്ന ദിവസം തൊട്ട് എൻ്റെ ടൈം അവർ മാനേജ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു 5 മിനിറ്റ്സ് പോലും വേസ്റ്റ് ചെയ്യാതെ ക്ലാസ് കഴിഞ്ഞ് അപ്പോഴേ എന്നെ അടുത്ത ക്ലാസ്സിലേക്ക്, കാരണം എക്സാം ബാച്ചിൽ തന്നെ ആയിരുന്നു ഞാൻ ഈ 2 വീക്സും. അപ്പം അത്രയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും ട്യൂട്ടേഴ്സ് എല്ലാം, ഇപ്പോൾ നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ തന്നെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്താണ് ഒരു ഓഫ്ലൈൻ ക്ലാസ് എന്നും ഓൺലൈൻ ക്ലാസ് എന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ 15 ദിവസം ഒരു ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടഫാണ്. അപ്പൊ എന്താണ് ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കാൻ ഈ 15 ഡേയ്സിലെ ഓഫ്ലൈൻ ക്ലാസിന്റെ രീതി പറയുകയാണെങ്കിൽ? എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. സോ എന്തായിരുന്നു അപ്പൊ കുറഞ്ഞ ടൈമിൽ ഓഫ്ലൈൻ ക്ലാസ് എന്തായിരുന്നു ചേച്ചിയെ കംഫർട്ടബിൾ ആക്കിയതെന്നൊന്ന് പറയുമോ? അവിടെ നമുക്ക് ഒരു 1-to-1 ഒരു അറ്റൻഷൻ കിട്ടുമായിരുന്നു. ട്യൂട്ടേഴ്സിൻ്റെ ആയാലും എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതെപ്പോഴും റൈറ്റിങ്ങിനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്പോഴും തന്നെ ക്ലാരിഫൈ ചെയ്ത് അവർ കറക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവരും മാക്സിമം എനിക്ക് റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ നടത്തുമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ടെസ്റ്റുകൾ നടത്തുമല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ടെസ്റ്റുകൾ എങ്ങനെ ഉപകാരപ്പെട്ടു? അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റും ലാസ്റ്റ് ചെയ്യുന്ന എക്സാമും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. സോ അതെങ്ങനെ എക്സാമിൽ ഉപകാരപ്പെട്ടു ഇവിടെ നടത്തിയ ടെസ്റ്റുകൾ? എനിക്ക് വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും പാടായിട്ടുണ്ടായിരുന്നത് റീഡിങ് മൊഡ്യൂളായിരുന്നു. അപ്പം അത് എനിക്ക് പോകാറായപ്പോഴേക്കും പിന്നെ എനിക്ക് നല്ല സ്കോർ കിട്ടാൻ തുടങ്ങി. കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്കോർ. ഈ 1-to-1 അറ്റൻഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ് കേട്ടുള്ളത്. അപ്പൊ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ 1-to-1 അറ്റൻഷൻ പറയുമ്പോൾ എത്രത്തോളം പോസിബിൾ ആണ്? അതായത് ലൈക്ക് എങ്ങനെയാണ് ട്യൂട്ടേഴ്സ് അത് പ്രാക്ടിക്കലി കൊണ്ടുവന്നത്?
നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്ന് തന്നെ ആ മിസ്റ്റേക്സ് പറഞ്ഞു തരുമായിരുന്നു. എങ്ങനെ സമയമെടുത്തോ അതോ? സമയമെടുത്ത് അവർ ഓരോ കറക്ഷൻസും ഓരോ വേർഡ്സും അവർ കറക്റ്റ് ചെയ്ത് പോവായിരുന്നു. നമ്മുടെ അടുത്ത് വന്ന് അവർ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് അത് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. ലൈക്ക് ഈ കറക്ഷൻ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു അതോ സ്പോട്ടിൽ തന്നെ? ഇല്ല, സ്പോട്ടിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. ഇപ്പോൾ റൈറ്റിങ്ങിന് നമ്മളൊരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യും. ആ ഒരു അവറിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പേപ്പേഴ്സും കറക്റ്റ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ അതൊരു ഉപകാരമായിരുന്നു, ഒരുപാട് ടൈം സ്പെൻഡ് ആവാതെ അങ്ങനെ ചെയ്യാൻ പറ്റി. ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചേഴ്സ് അക്കാഡമി, ഇവിടുത്തെ ഫാക്കൽറ്റി, ട്യൂട്ടേഴ്സ്, ട്രെയിനിങ്, ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ഒരു ഇതാണല്ലോ, അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് വന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു പോർഷൻ റീഡിങ് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ റീഡ് സാവി എന്ന് പറയുന്ന ഒരു കുറച്ച് മെറ്റീരിയൽസ് ചെയ്യിച്ചത് കൊണ്ട്, കാരണം എനിക്ക് ഏറ്റവും പാടായിട്ടുണ്ടായിരുന്നത് അതിൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാട്. അപ്പം എനിക്ക് വന്ന സമയം തൊട്ട് ഞാനത് അവരോട് പറഞ്ഞു. അപ്പോൾ അവരും അതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ റീഡ് സാവിയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് നമ്മളെ കൊണ്ട് കുറേ ചെയ്യിച്ചപ്പം അതെനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു റീഡ് സാവി. അപ്പം റീഡിങ് അങ്ങനെ എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതേപോലെ എല്ലാം ബാക്കി മൂന്നും, സ്പീക്കിംഗ് ആണെങ്കിലും പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് എല്ലാ മൊഡ്യൂൾസും അവർ കവർ ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ IELTS ആയാലും ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ടോ? ചിലർ പറയും ഓക്കെ ഞാൻ ഇന്നത് പഠിച്ചു, ഇന്നത് ചെയ്തു, സോ ഐ ക്യാൻ മാനേജ് മൈ ഓൺ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഒരു മെൻറ്റർ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുണം ഉണ്ടാവുന്ന ചേച്ചിക്ക് തോന്നിയത് എപ്പോഴാണ്? പക്ഷെ അങ്ങനെ ഒരു മെൻറ്റർ നമുക്ക് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഗൈഡ് അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈനിലാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ ഭയങ്കര ക്ലാഷ് ആയി കിടക്കണം. അതൊന്നും ഓർഡർ ചെയ്ത് കിട്ടുന്നത് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു ഗൈഡ് നമുക്കുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ഗൈഡിനെ ചേച്ചിക്ക് ടീച്ചേഴ്സ് അക്കാഡമിയിൽ കിട്ടിയോ? തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് എനിക്ക് ഈ സ്കോർ കിട്ടിയത് തന്നെ. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും ഞാൻ ടീച്ചേഴ്സ് അക്കാഡമി ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും. കാരണം അത്രയ്ക്ക് എനിക്ക് ഈ 2 ആഴ്ച കൊണ്ട് നല്ല ഒരു ഡെവലപ്മെന്റ് ആണ് കിട്ടിയത്. അപ്പൊ എന്താ സ്റ്റഡി വിസ ആണോ വർക്ക് വിസ ആണോ? ഞാൻ വർക്ക് വിസ നോക്കാൻ വേണ്ടി. എന്ത് സ്ട്രീമിലാ? ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് സോഷ്യൽ വർക്കർ ആയിട്ട് തന്നെ. അപ്പം ഞാൻ ആ സെയിം ജോബ് തന്നെ നോക്കാൻ വേണ്ടി. കൺട്രി ഏതെങ്കിലും ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാനിപ്പം അയർലൻഡുമായിട്ട് മുന്നോട്ട് പോകാനാ. സോ നമ്മൾ ഒരുപാട് IELTS OET ആസ്പിറൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഹാപ്പിനെസ് അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? എങ്ങനെ തോന്നുന്നു ഈ മൊമെന്റ്? എന്തായി തോന്നുന്നു? ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയപ്പം എനിക്കൊരു സെക്കൻഡ് ടൈം എഴുതിയാൽ എനിക്ക് കിട്ടുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡൗട്ട് എൻ്റെ മുന്നിൽ അത് മാറ്റി തന്നത് ടീച്ചേഴ്സ് അക്കാഡമി ആയിരുന്നു. എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ടീച്ചേഴ്സ് അക്കാഡമി ആയിരുന്നു. കാരണം എനിക്ക് അവിടുന്ന് കിട്ടിയ മെൻറ്റേഴ്സ് ആയാലും എൻ്റെ ക്ലാസ്മേറ്റ്സും എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇനിയായാലും എന്നോട് ആരെങ്കിലും ഒരു നല്ലൊരു കോച്ചിങ് സെൻറ്റർ ചോദിച്ചാൽ ഉറപ്പായിട്ടും ടീച്ചേഴ്സ് ഞാൻ അവർക്ക് ഓപ്റ്റ് ചെയ്യും. അത്രയും നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയിരുന്നത്. സോ നമ്മൾ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? എങ്ങനെ IELTS എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഈ ചുരുങ്ങിയ ടൈമിൽ പറ്റുമോ, ലൈക്ക് എൻ്റെ ലാംഗ്വേജിൻ്റെ ബേസിക്സ്, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും ഇനി ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് 1-to-1 അറ്റൻഷൻ കൊടുക്കുന്ന മെൻറ്റേഴ്സ്, ബെസ്റ്റ് മെറ്റീരിയൽസ്, നല്ലൊരു സ്റ്റഡിങ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കേട്ടതുപോലെ തന്നെ. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ come and join with TEachers Academy. So, Chichi, thank you for sharing your experience with us and all the best. Thank you so much.